ഞാനിട്ടേക്കുന്ന പിക്ക് അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഐസി കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് വെച്ചിട്ട് ഞാൻ ഒരാളടുത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഫോർത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റു ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും എല്ലാവർക്കും നമസ്കാരം. ഈ വളഞ്ഞിരിക്കുന്ന പട്ടിയുടെ വാലുണ്ടല്ലോ, അത് മറ്റേ കുഴലി കയറ്റി വെച്ചിട്ട് കുഴൽ വലിച്ചു ഊരുമ്പം അത് വളഞ്ഞു തന്നെ ഇരിക്കും. അതിലൊരു മാറ്റവും കാണത്തില്ല. സത്യം, പട്ടികൾ കിടന്ന് കുറയ്ക്കും കേട്ടാ. വാട്ട് എ കോയിൻസിഡൻസ്. കറക്റ്റായിട്ട് പട്ടികൾ കിടന്ന് കുറയ്ക്കുകയാണ്. നിർത്ത് മതി നിർത്തണില്ല, അത്രയ്ക്ക് കറക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെയാണ് രേണു സുധിയുടെ കാര്യം. ഒന്നും പറയാനില്ല രേണു, നിനക്ക് ഒരു അവാർഡ് തരേണ്ട നേരം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കി നെഗറ്റീവ് ജീവിതമേ നെഗറ്റീവായി. ഇപ്പോൾ ഒരു അസുഖം വന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ 10 വിവാദം ഉണ്ടാക്കണം, 10 നാട്ടുകാരെ തള്ളക്കി വിളി വാങ്ങണം. വാ അന്തസ്, ഒന്നും പറയാനില്ല. സത്യത്തിൽ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സീരിയസ്ലി എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നേ? എന്തൊക്കെ കോപ്രായങ്ങളാണ് നീ കാണിക്കുന്നത്? സീരിയസ്ലി ഓക്കെ, നമുക്കൊരു അറിവൻ തുടങ്ങാം അല്ലേ? നിന്റെ കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളും. ഇതിലാ സീമാജി നായർ അവരെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇടയ്ക്ക് ഇവളുടെ ഒരു പ്രമുഖ സുഹൃത്തുണ്ടായിരുന്നു, അൻഷാദ് പാല. യവൻ വന്നിട്ട് ഇവള് ഫാനിൽ ഓടിയെന്ന് പറഞ്ഞും കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ദിവസമായിട്ട് രേണുവിൻ്റെ വായിൽ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. ഒരു എക്സ്പ്ലനേഷൻ നോട്ടിൽ ഒരു തേങ്ങ ഇടാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ഒന്നും അവൾ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടില്ല. ഓക്കെ, എന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളടക്കം കുതുകാല് വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം അതല്ലേ വീണ്ടും സംഭവിച്ചിട്ടുള്ളത്. ഇവളൊന്ന് പറയുന്നു ഇവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അവനന്ന് വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഹോസ്പിറ്റലിലാണെന്ന്. ഇതൊക്കെയാണ് വന്ന് പറയുന്നത്. എന്തോന്നടേ ഇതൊക്കെ? എന്തോന്നാണ് നിൻ്റെയൊക്കെ ഉദ്ദേശം? എന്തോന്നാണ്? ഇനി വല്ല പിരിവ് നടത്തി കാശ് തട്ടാനാണോ നിന്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ അടങ്ങുന്ന ടീംസിന് അടക്കമുള്ള ഇൻറ്റൻഷൻ നിനക്കും? ഓക്കെ, ആ കിച്ചുവിനെ നശിപ്പിക്കാൻ ഒരു സൈഡിൽ കൂടി കുറേ ശ്രമിച്ചു, അത് നടന്നില്ല, അത് മൂഞ്ചി. അതുകൊണ്ട് അടുത്ത നാടകം ഇങ്ങനെ ഇറക്കി എന്ത് ഒന്നും പറയണില്ല. എന്തായാലും നിന്റെ എക്സ്പ്ലനേഷൻ കാണാൻ രേണു സുണ. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. നമസ്കാരം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അയ്യോ, നീ ഇപ്പോഴാണ് അറിഞ്ഞത്? നന്നായി. ഓ, തിരക്കായിരുന്നിരിക്കും അല്ലേ? ഞാൻ കുറെ കൊണചൂത്തിയ റീലുകളൊക്കെ ഇട്ടല്ല. ഇത്രയും വിവാദമായിട്ട് നീ ഇതുവരെ അറിഞ്ഞില്ല അല്ലേ രേണു? നീ ഇപ്പോഴാണ് അറിഞ്ഞല്ലേ? പറ. അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് അവൻ പറഞ്ഞിട്ടുള്ളത് സത്യമല്ലെന്ന്. നിന്റെ സുഹൃത്താണോ എന്ന് പറഞ്ഞത്. സത്യത്തിൽ നിന്റെയൊക്കെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കോപ്പുകള് സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എന്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. പിന്നെ നീ മൂഞ്ചാനാണ് ഒരു ഫോട്ടോ എടുത്തിട്ടത്. ഓ, AI ക്രിയേഷൻ. എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കുന്നത് ഇങ്ങനെ? എന്തിനാ നാട്ടുകാരെ പറ്റിക്കുന്നത്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ കണ്ടും കേട്ടിരിക്കണമാരെല്ലാം പൊട്ടന്മാർ, പോങ്ങത്തികളുമല്ല. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ഉണ്ട്. ഓക്കെ, എനിക്ക് നിന്റെ ആ സീമാജി നായരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അയച്ചു തന്നിട്ട് പലരും ചോദിക്കുന്നു ബ്രോ ഇത് AI അല്ലെന്ന്. ഞാനത് വിട്ട് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്ത് നീ കോപ്പ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നാമത് പ്രത്യേകിച്ച് ഇന്നലെ മൊത്തം തിരക്കായിരുന്നു. ഓക്കെ, 4 വീഡിയോ ചാനലിൽ വന്ന് അത് ഇല്ലെന്ന് പറയുന്നില്ല. അത് എല്ലാം നേരത്തെയൊക്കെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വീഡിയോയിലില്ലായിരുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് സീമാജി നായരുമായിട്ട് അവൾ ICU-കകത്ത് നിന്നുള്ള ഫോട്ടോ സെൽഫി കൊടുക്കണം. എന്തൊക്കെ കോപ്പ് പരിപാടി കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവക്ക്. നാട്ടുകാർ കമന്റ് ബോക്സിൽ പറഞ്ഞത് ഇവക്ക് ക്യാൻസർ, ഇവക്ക് തലയ്ക്ക് സുഖമില്ലെന്ന്. അത് സത്യമായിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. വട്ട് തന്നെയല്ലേ കാണിക്കുന്നത്. കൂടെ അതൊക്കെ വിവരം ബോധം പൊക്കണമില്ലാത്ത കുറേ എണ്ണം നിന്ന് അറിഞ്ഞു തുള്ളി പറഞ്ഞു തരണമല്ല നീ കിടന്ന് തുള്ളു. എന്നിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിക്കുന്നു. ഇടയ്ക്ക് കുറേ ദിവസം അയ്യോ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോ. പിന്നെ കിച്ചുവിനെതിരെ ചാടി എണീറ്റിരുന്ന അടുത്ത വീഡിയോ. ഇപ്പം അടുത്ത് റീൽസും ഒക്കെ കാണിച്ച് മറ്റേ കയ്യിൽ മറ്റേ അതൊക്കെ ഇട്ട് കൊട്ടിയൊക്കെ നിൽക്കുന്നു വേറെ വീഡിയോ. ഇതൊക്കെ എന്തോന്നടേ കാണിക്കുന്നേ? സ്കോപ്പ്. അതുപോലെ അത് ആ ഒരു പിക്ക് AI പിക്കാണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാനിട്ട്.
നിന്റെ ആ കോപ്പിലെ പിക്ക് ഞാൻ കണ്ടില്ല. എനിക്കൊരു ലേഡി ഇന്നലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അത് അല്ലാതെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് കാര്യമാക്കില്ല, വിട്ട്. പക്ഷെ ഒരു ലേഡി അയച്ചു തന്നിട്ട് ചോദിച്ച് അതിലേത് AI അല്ലേ എന്ന്. അപ്പോഴാണ് ഞാനിത് ആലോചിക്കുന്നത്, ഇത് AI ആണോ? കയറി നോക്കിയപ്പോൾ ഒരു AI ടച്ച്. ഓക്കെ, അല്ലെങ്കിൽ ICUവിൽ സെൽഫി എടുക്കാനുള്ള അമ്മച്ചിയുടെ തറവാടൊന്നുമല്ല ICU. ഞാനും ICU കടന്നിട്ടുള്ളതാണ് ഒരു മാസത്തോളം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ICUവിൻ്റെ അകത്ത് വന്ന് അവിടെ സെൽഫി എടുക്കുക. തേറി പറഞ്ഞു പോയാല് കോപ്പ്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും IC കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നിന്റെ കുറെ കോണാത്തിലെ ഫ്രണ്ട്സ് ഉണ്ട്. ആരുടെ ഫ്രണ്ട്സ്? ഒന്ന് അൻഷാദ്, മറ്റേ കരീഷ്മ. കുറെ കോണാത്തിലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതെല്ലാം കൂടി നിന്നെ വെച്ച് മുതലാക്കണം. അതുപോലെ നിനക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിനക്കില്ല, ബോധമില്ലാത്തത്. ഓക്കെ, AI വെച്ചിട്ട് അല്ലാതെ അത് അറിയാലോ ആരെ AI ആണ്. അപ്പൊ പിന്നെ അവിടെ ആ ഹോസ്പിറ്റൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിന്റെ കാര്യം അറിയാലോ. എടി കോപ്പെ, നമ്മളാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. നമുക്കറിയാമെന്നാണ് നീ ചോദിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവിടെ കണ്ടപ്പോൾ. നമ്മൾ എന്തെങ്കിലും വന്ന് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല മറ്റൊന്ന് പറയുന്നതായിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി മറ്റേ കള്ളം പറഞ്ഞ് ഉണ്ടാക്കിയല്ലോ. നീയല്ലേ AI വെച്ചിട്ട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് നാട്ടുകാരെ പറ്റിച്ചത്. എന്നിട്ട് വന്ന് പറയുന്നു ആ ഹോസ്പിറ്റൽ അതല്ലേ യൂണിഫോം മറ്റാണ്. രേണു, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് ഇമാതിരി പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിച്ചുകൊണ്ട് നടക്കാതെ വീണ്ടും നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി. ഇത് കുറെ ആയി കോപ്പ്. അയ്യോ, നമുക്ക് പിന്നെ അറിയത്തില്ല ആരെ ICUവിൽ കയറ്റത്തില്ലെന്ന്. നിന്റെ തറവാട് സ്വത്ത് പോലെ നിനക്ക് കയറി സെൽഫി എടുക്കാനുള്ള സ്ഥലമൊന്നുമല്ല ICU. നമ്മൾ വണ്ടന്മാരല്ല, നീയാണ് വണ്ടി. നീയാണ് മറ്റേ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ചെയ്യുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരും പൊട്ടത്തികളൊന്നുമില്ല. ആൾക്കാർ ഇത് ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നീ തിരിച്ചുൾട്ടയടിച്ചത് കോപ്പ്. നിർത്ത് നീ. ഇവളുടെ സ്ഥിരം പരിപാടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കും, ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. നാട്ടുകാർ സഹതാപിക്കുന്നില്ല, പൂര തെറിവിളിയെന്നാവുമ്പോൾ അയ്യോ ഞാനല്ലല്ലോ ചെയ്ത്, അത് അവരല്ലേ ചെയ്ത്, എൻ്റെ ഫ്രണ്ട്സ് അല്ലേ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നേരെ വന്ന് അടിക്കും. ഇനി സഹതാപം വർക്കൗട്ടായി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഋതപ്പോ, അയ്യോ എൻ്റെ കെണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങും. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന സാധനം. രേണു, നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാളും കൂടിയാണ് ഞാൻ. കാണുമ്പം തന്നെ തൊലി ഉരിഞ്ഞു പോണം, ദേഷ്യം വരണം. സിസ്റ്റർമാര് വിളിക്കുമ്പോ എന്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത്. നിങ്ങൾക്ക് എന്നോട് എടി കോപ്പ, നമ്മൾ ഇവിടെ ആരെങ്കിലും ക്രൂശിച്ചാ? നീയല്ലേ വന്നിട്ട് ഓരോ ഉടായ്പകൾ കാണിക്കുന്നത്, എന്നിട്ട് ബാക്കിയുള്ള നാട്ടുകാരെ നെഞ്ചത്തി കൊണ്ടുപോയിക്കുന്നത്. ഇതെന്ത് നാട്ടുകാരെ മലിഞ്ഞു കിടക്കണ കോപ്പ്. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ എന്നിട്ട് വേണം നമ്മളെ ജയിലിൽ പോയി കിടക്കാൻ. കൊള്ളാലോ നിന്റെ അടുത്ത സൈക്കോളജിക്കൽ മൂവ്. ഈ സഹതാപം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് അടിക്കുന്ന ഡയലോഗിനൊന്നും ഒരു കുറവില്ല. നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു എല്ലാം ഉടായ്പാണെന്ന്. കോപ്പ്. എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. പിന്നെ നിന്നെ ക്രൂശിച്ചിട്ട് നമുക്ക് കീഴത്തുണ്ടാക്കി. രേണു, നീ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യും. നിന്റെ കൂടെ നടക്കുന്ന കുറെ ഷൊട്ടകളും ഷൊണ്ണകളും പറയുന്നത് കേട്ട് അതുപോലെ നടന്ന് മണ്ടത്തരം കാണിച്ച് തുള്ളാൻ നിൽക്കാതെ. നശിക്കുന്നത് നിന്റെ ജീവിതം. ഈ അഞ്ചാത് പാലയെ പോലത്തെ മൊണ്ണകളായാലും നിന്റെ കൂടെ ഇരിക്കുന്ന കാശ്മീർ പോലത്തെ ഷൊണ്ണകളായാലും പറയുന്നത് കേട്ടുകൊണ്ട് ആടാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതമാണ് നശിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ ഈ അഞ്ചാത് പാല വന്നിട്ട് ഒരു നാടകം അങ്ങോട്ട് ഇറക്കി, നീ അങ്ങ് ഫാനിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നീ വന്നിട്ട് എക്സ്പ്ലനേഷൻ ഇടുന്നു. അത് വർക്കൗട്ട് ആവാത്തതുകൊണ്ടും ജനങ്ങളെ ചീത്ത വിളിച്ചതുകൊണ്ടും സഹതാപം കാണിക്കാത്തതുകൊണ്ട് നീ അടുത്ത് വന്നിട്ട് തിരിച്ചു പറഞ്ഞു വർക്കൗട്ട് ആവാത്തതുകൊണ്ട്. എല്ലാം നീ അടക്കം ഇരുന്നുള്ള പ്ലാനിങ് ആണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, അടുത്തത് ഓരോ കേസുകളങ്ങ് കൊണ്ടിട്ടിട്ട് വെളുപ്പിക്കാൻ നോക്കിയാണ് സ്വയം. ഇങ്ങനെ ഒരു ഒരു ദേഷ്യം വരുന്ന കാണുമ്പം തന്നെ. അൻഷാദ് പാല ഇതിന് ശേഷം ഇട്ടൊരു പോസ്റ്റ് കൊടുക്കുക. ഒരു കാര്യം പറയട്ടെ, മനസ്സറിഞ്ഞ് ഒരാൾക്കൊരു സഹായം ചെയ്യരുത്. അത് നമുക്ക് തന്നെ വിനയാകും. സത്യം കൈവശമുള്ളവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് ഒരുത്തി കുരുക്കുന്നുണ്ട്. അവളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിന്റെ തന്തയ്ക്ക് അടി വട്ട്. നിനക്കും നിന്റെ തന്തയ്ക്കും വട്ട് തന്നെയാണ്, അവക്ക തന്തയ്ക്കും വട്ട് തന്നെയാണ്, എല്ലാത്തിനും വട്ട് തന്നെയാണ് കോപ്പ്. വിഷയം ഇതായത് കൊണ്ട് ഞാൻ ഒന്ന് അയഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ നിന്നെയൊക്കെ എൻ്റെ പട്ടി പോലും പേടിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ കഴിപ്പണം കെട്ടവനെ നിന്നെ ഇവിടെ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? പുന്നാര മോന്മാരും മോളുകളും കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത്
സീമ ചേച്ചി എന്നോന്നും കൊണ്ട് അടുത്തത്. സീമ ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ ചേർത്ത് പിടിക്കുന്നതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും 1000 നന്ദി. ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി നൽകിയ സഹായം മറക്കില്ല. ജീവിതത്തിൽ ചില സ്നേഹങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ പ്രയാസകരമായ ഈ സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി നൽകിയ സഹായം മറക്കില്ല. ഈ ചികിത്സയ്ക്ക് വേണ്ടി ഓരോരുത്തർ നൽകി എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയിട്ട് പൊക്കി 2 വാക്ക് പറയും. അത് കാണുമ്പോൾ അടുത്തവരും കൊണ്ട് സഹായിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഈ സാധനം. ഇവള് ചികിത്സിക്കുന്ന അവിടെ ട്രീറ്റ്മെൻറ്റിന് പൈസ പോലും ചിലവില്ല. കുറച്ച് മെഡിസിൻസിനും കാര്യങ്ങൾക്കൊക്കെ ആദ്യം തുടക്കത്തിൽ കുറച്ച് ചിലവാകും. അതിനുശേഷം ട്രീറ്റ്മെൻറ്റിന് പോലും ചിലവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നാട്ടുകാരെ കൊണ്ട് വല്ല പറയിപ്പിക്കാനായിട്ട് കെട്ടി കഴിഞ്ഞാൽ ഓരോ കോപ്രായങ്ങളും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും. ഇതെനിക്ക് അത്ര ദേഷ്യം വന്നിട്ടാണ് സംസാരിക്കുന്നത്. ഡെയിലി നീ കാണിക്കുന്ന ഓരോ പേക്കൂത്തുകളാണ് കലി വരിക. ഓക്കെ, അടുത്ത്. ജീവിതത്തിൽ ചില സ്നേഹങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണാനും ധൈര്യം പകരാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും എത്തിയ സീമ ചേച്ചി. എൻ്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണാനും ധൈര്യം പകരാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ എത്തിയ സീമ ചേച്ചി. ഓക്കെ വെയിറ്റ്. ഹലോ, നമസ്കാരം രേണു. സുദ്ധിയൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എന്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിന്നെ നേരെ കണ്ടിട്ടില്ല, നിന്നെ കാണാൻ ICU വന്നിട്ടില്ല, വീഡിയോ കോളിലാണ് കണ്ടത്. ഇപ്പുറത്ത് നീ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റ് എന്താ? നിന്റെ പേജിൽ വന്ന പോസ്റ്റാണേ. എൻ്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണാനും ധൈര്യം പകരാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും എത്തിയ സീമ ചേച്ചി. ഈ ഫോട്ടോ നേരിൽ കണ്ടു, വന്നു, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പെരുങ്കള്ളിയായി പച്ച കള്ളം പറയുന്നവളായി മാറരുത് തരണോ. സത്യം, ഉളുപ്പില്ലേ നിനക്ക്? ഉളുപ്പ് എൻ്റെ അർത്ഥം നിനക്കറിയാവടി? കോപ്പ്. ഹൃദയം നിറഞ്ഞ നന്ദി. ചികിത്സയ്ക്കായി ചേച്ചി നൽകിയ വിലമതിക്കാനാകാത്ത സഹായവും കരുതലും ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ സ്നേഹവും പിന്തുണയും എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പ്രതീക്ഷയും നൽകുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നു, സ്നേഹിക്കുന്നു, പിന്തുണയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് ഏറ്റവും വലിയ ശക്തിയാണ്. തള്ളിയങ്ങ് മറിക്കുക. ഇവളുടെ തള്ളി കണ്ടു കഴിഞ്ഞാൽ ഞാനങ്ങ് ഉരുണ്ടങ്ങ് വീഴും. അടുത്ത്. ദൈവമേ, സീമ ചേച്ചിയുമായിട്ടൊരു പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ICU ആണ്. ICUകൾ അമ്മച്ചിയായിരിക്കും കയറി ഇന്ന് സെൽഫി എടുക്കാൻ സമ്മതിക്കുന്നത്. ഞാൻ ICU കിടന്നിട്ടുള്ളതാണ് കുറേ നാള്. എനിക്കറിയാം എൻ്റെ ആകം എങ്ങനെയാണെന്ന്. ഇവളെപ്പോലെ ഒരു സാധനം. ടൈറ്റിൽ കൊടുക്കാം. ചേച്ചി വന്നു എന്നെ കണ്ടു. ചേച്ചി വന്നു എന്നെ കണ്ടു എന്ന് പറഞ്ഞ് നീ ഒരു ടൈറ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിചാരിക്കണം? സീമ ചേച്ചി, എനിക്ക് എന്ത് ഹാപ്പി ആയെന്ന് അറിയോ? ചേച്ചി ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്കത് മെഡിസിനൊക്കെ വാങ്ങാൻ പറ്റി. താങ്ക് യു ചേച്ചി. മറ്റൊരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നവരും കൂട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഹെൽപ്പ് ചെയ്തവർക്ക് നന്ദി. അതായത് കാശ് കൊടുത്തവർ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറേ പേർ അടുത്തും കൊണ്ട് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ആയുഷ്മാൻ ഭവ. പട്ടിയുടെ വാല് കുഴൽ വളയുന്നതല്ലാണ്ട് വാല് നവരതില്ല. അത് പ്രപഞ്ച സത്യമാണ്. അയ്യോ, ഇനി സീമ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ടൊന്ന് പോവാം. അതിനു മുന്നേ പിക്ക് ലൈൻ കണ്ടില്ലേ? കമൻറ്റിൽ ഇവൾ ഉടായ്പ പിക്ക് ചുമ്മാ ഇട്ടേക്കുക. സൂപ്പർ, ഒന്നും പറയാനില്ല. അതങ്ങനെ ഓരോ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രേണു, നിന്റെ യൂണിവേഴ്സിന് ഒരു അവസാനമില്ലേടി? ഇനി വേറൊരു വീഡിയോ ക്ലിപ്പുണ്ട്. ആ വീഡിയോ ഞാൻ കൊടുക്കാം. ഇത് കഴിയട്ടെ. ഇനി സീമ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കറിയാൻ പാടില്ല രേണു, ഇത് എവിടെ പോയി ഇടിച്ചിരിക്കും. എനിക്ക് തലവേദന എടുക്കണം നിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത്. ഇതൊരു ഒരു പബ്ലിക് ന്യൂസൻസായി മാറുന്നുണ്ടല്ലോ രേണു. എന്തായാലും സീമ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. അവസ്ഥ ഒരാളടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഏകദേശം 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റു ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അവന് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുകയെന്നുള്ളതല്ല. ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം.
അപ്പോൾ ഇതെല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല ആരുമല്ല അത്, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർത്തനാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല ഷഫി, നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അതറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല അത് സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ ഞാന് അത് മാത്രമല്ല, ഒരു നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണോ അത് മോളെ അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിന് ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എവർക്ക് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. അല്ല ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണത്. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം തന്നെ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരി ഒക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോൾ അറിയുമായിരിക്കും ഷഫീനിക്ക്. നമുക്ക് പുള്ളിയാണ് ഈ വീൽ ചെയർ. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ സീമ ചേച്ചിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. വീണു സ്വന്തം കുഴി തോണ്ടിയിരുന്ന് അകത്ത് കയറിയിരുന്ന് മണ്ണ് വരെ തലയിൽ കൂടി ഇടാതെ ഉള്ള കാര്യം പറയും. നാട്ടുകാർക്കൊരു സഹതാപമുണ്ട്, അതുപോലും ഇല്ലാണ്ടാക്കരുത്. എന്തൊക്കെ വീട്ടിത്തനങ്ങളും ഊളത്തനങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ടോ ദൈവത്തിന് പോലും അറിഞ്ഞൂടെ. ഒരു സൈഡിൽ കൂടി കൊച്ചുവിനെ തകർക്കാൻ നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് പല ഐഡിയ ഇറക്കി, എല്ലാം പൊളിഞ്ഞപ്പോൾ ബിഷപ്പിനെ ഇറക്കി. അവസാനം അങ്ങേര് മൂഞ്ചി ഉള്ള കാര്യം പറയും. എന്താണ് ഇവളുടെ ഉദ്ദേശമൊന്നുമില്ല, എനിക്കറിയത്തില്ല. മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഒറ്റ നൂല് പിടിച്ച് അത് മാത്രം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം രേണു, കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കാര്യങ്ങൾ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പം ഏറെയിന്ന് താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കാണുന്നത്. അതായത് ഒരാൾക്ക്
ആദ്യം ജനങ്ങളുടെ സപ്പോർട്ട്, പിന്നെ പൂര നെഗറ്റീവായി മാറുന്നു. അങ്ങനെ ഒരു അസുഖം, വലിയൊരു മാരക അസുഖം വരുന്ന സമയത്ത് അതേ ജനങ്ങൾ തന്നെ ചെയ്ത കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹതാപം അത് കാണിക്കാൻ തുടങ്ങി. എന്നാൽ അഹങ്കാരം എവിടെയോ തലയ്ക്ക് പിടിച്ചെറിയണോ വീണ്ടും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടുന്നു. ഇടയ്ക്ക് വീഡിയോയിൽ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ അസുഖമൊക്കെ ഭേദമാകുകയാണെങ്കിൽ പ്രാർത്ഥനയും കാര്യങ്ങളും പിന്നെ സുവിശേഷിക പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ നന്നായി കാണും, ചെറിയൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി. എനിക്ക് തെറ്റുപറ്റി. പട്ടിയുടെ വാല് അത് മറക്കണ്ട, അത് തന്നെയാണ് സത്യം. നേരാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ലേ. ജനങ്ങളുടെ വെറുപ്പും കൂടി വാങ്ങിച്ചു വെച്ച് ശാപവും കൂടി വാങ്ങിച്ചു വെച്ച് കേട്ടോണ്ടിരിക്കും. എൻജോയ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ കാണാം. ബൈ.